അടുത്ത പ്രസക്തമായ ഒരു ചോദ്യം, ദൈവത്തിൻ്റെ പ്രകൃതം അഥവാ ദ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? അവിടുന്ന് നമുക്ക് ആരംഭിക്കാം. ഇത്രയും നേരം ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഈ ദൈവത്തിൻ്റെ പ്രകൃതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരങ്ങളിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകൃതം അഥവാ ദൈവത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദൈവം ആത്മാവ് ആകുന്നു എന്നുള്ളതാണ്. ദൈവം ആത്മാവാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവം മാറ്ററിനും സ്പേസിനും ടൈമിനും ഒക്കെ അതീതനായിട്ടുള്ളവനാണ്, അതിനൊക്കെ അപ്പുറത്തുള്ളവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തിന് നമ്മളിന്ന് കാണുന്ന പോലെ ഒരു ആകാരമോ അല്ലെങ്കിൽ ഒരു നരച്ച താടിയും അല്ലെങ്കിൽ നീട്ടി വളർത്തിയ തലമുടിയും അല്ലെങ്കിൽ ഒരു വലിയ അങ്കിയും ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ രൂപം. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാകുന്നു എന്ന് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട വചനത്തിൽ പറയുകയാണ്. ആ വചനത്തിലേക്ക് പിന്നീട് നമുക്ക് വരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വേദം പറയുന്നു. അപ്പം ദൈവം മാത്രമുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? ദൈവം മാത്രമുള്ള ഒരു കാലഘട്ടം, മറ്റൊന്നുമില്ല. ഈ പ്രപഞ്ചമില്ല, വായുവില്ല, മനുഷ്യനില്ല, മൃഗജാലങ്ങളില്ല, ഇവിടെ കാണുന്ന വൃക്ഷങ്ങളൊന്നുമില്ല, ഈ ഭൂമി തന്നെയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. എനിക്ക് പറ്റുകയില്ല. നിങ്ങൾക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പറ്റുകയില്ല. കാരണം നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും സമയവുമായിട്ടും കാലവുമായും പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ടൈം, സ്പേസ് ആൻഡ് മാറ്റർ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ അവർ മൈൻഡ്. നമ്മുടെ മനസ്സ് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ സമയവും സ്ഥലവും പദാർത്ഥവും എന്നിവയാൽ ആവരണം ചെയ്യപ്പെട്ടതായിട്ടുള്ള നമ്മുടെ മനസ്സിന് അതിനപ്പുറമായിട്ടുള്ള ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് നാം കാണുന്ന വസ്തുക്കളും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്ന അനുഭവിക്കുന്ന വസ്തുക്കളുമായി അല്ലാതെ നമുക്ക് ദൈവത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ അല്ലെങ്കിൽ ആശയങ്ങളിൽ മനുഷ്യൻ മൃഗങ്ങളെയും അതോടൊപ്പം തന്നെ വൃക്ഷങ്ങളെയും മണ്ണിനെയും കല്ലിനെയും മറ്റു പല പദാർത്ഥങ്ങളെയും മനുഷ്യരെ തന്നെയും ഒക്കെ പൂജിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം ദൈവം ആകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ അംശമാകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളെ സ്വരൂപിച്ചിട്ടുള്ള ആരാധനകൾ അർപ്പിക്കുമ്പോൾ അത് വാസ്തവത്തിൽ ദൈവത്തിന് തന്നെയാണോ ലഭ്യമാകുന്നത്? ഒരിക്കലുമല്ല. അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികൾക്കാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികൾക്കാണ്. അപ്പോൾ നമ്മൾ അത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മിലുള്ളതും നമ്മളായിരിക്കുന്നതും അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയായിരിക്കുന്നതുമായ നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള 3 കോമ്പണൻസ്, 3 ഘടകങ്ങൾ നമുക്കുണ്ട്. അതിലൊന്ന് നമ്മുടെ ശരീരമാണ്, ബോഡി. മറ്റൊന്ന് നമ്മുടെ ദേഹി അല്ലെങ്കിൽ സോൾ പാർട്ട്. മറ്റൊന്ന് നമ്മുടെ സ്പിരിറ്റ് പാർട്ട് അല്ലെങ്കിൽ ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഇതിൽ ദേഹത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പം നിങ്ങൾ ജോൺസൺ തേക്കടിലച്ചൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ശരീരമാണ് കാണുന്നത്. എന്നെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, എന്നെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക്, എന്നെ കണ്ടിട്ടുള്ള വ്യക്തിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എൻ്റെ മുഖം, എൻ്റെ താടിയും മൂക്കും, അല്ലെങ്കിൽ എൻ്റെ ആകാരം, എൻ്റെ രൂപം, പിന്നെ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്ത്രം. ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എൻ്റെ പേര് വരുമ്പോൾ ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തൊടാൻ പറ്റും, ഇത് അനുഭവിക്കുന്ന മാത്രമല്ല, നമുക്ക് ഇതുകൊണ്ട് ചലിപ്പിക്കാനൊക്കെ പറ്റും. എന്നാൽ ഇതിനകത്ത്, ഈ ശരീരത്തിനകത്ത് വേറെ ഒരു ജീവനൊക്കെ വസിക്കുന്നുണ്ട്, അല്ലേ? ആ ജീവനാണല്ലോ വാസ്തവത്തിൽ ഞാനെന്ന് പറയുന്നത്, അല്ലാതെ എൻ്റെ ശരീരം മാത്രമല്ലല്ലോ. അപ്പം ഈ ഇതിനകത്ത് വസിക്കുന്നതായിട്ടുള്ള എൻ്റെ ദേഹി പാർട്ട്, ആ ദേഹി പാർട്ടിനെ എനിക്ക് തന്നെ തൊടാൻ പറ്റുകയില്ല. എനിക്ക് തന്നെ തൊടാൻ പറ്റുന്നില്ല. എന്നാൽ എൻ്റെ ആത്മാവിനെ ഒട്ടുമേ തൊടാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്കറിയാം, എനിക്കൊരു സോൾ പാർട്ടുണ്ട്, എനിക്കൊരു ആത്മാവുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അത് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്ന വസ്തുതയായതുകൊണ്ട്, സൈക്കോളജിയൊക്കെ നമ്മുടെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്കറിയാം നമുക്കൊരു മനസ്സുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?
നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എപ്പോഴെങ്കിലും തൊട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ, പക്ഷേ നമുക്കത് തൊടാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിലും നമുക്കത് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ദേഹിപ്പാർട്ടിൽ വസിക്കുന്ന ഒരിടമാണ്. അപ്പോൾ ഈ ദേഹിപ്പാർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഈ ദേഹിപ്പാർട്ട് എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായിട്ടും 3 ഘടകങ്ങളുണ്ട്. നമ്മുടെ മനസ്സുണ്ട്, പിന്നെ നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങളുണ്ട്, നമ്മുടെ വിൽ, നമ്മുടെ ഇച്ഛ. ഇത് 3ഉം കൂടെ അടങ്ങിയ പാർട്ടാണ് നമ്മുടെ ദേഹിപ്പാർട്ട് എന്ന് പറയുന്നത്. അതിനും ഇന്നർമോസ്റ്റ് ബീയിങ് ആയിട്ടുള്ള, അതിൻ്റെയും അകത്ത് ഉള്ളതാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ വി എക്സ്പീരിയൻസ് ദ സ്പിരിറ്റ്. ആ സ്പിരിറ്റിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ നമ്മുടെ മനസ്സുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ഇമോഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് വില്ലുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇതൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് തൊടുകയോ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുകയോ ചെയ്യുന്ന സ്പർശിക്കുകയോ ചെയ്യുന്നതല്ല, പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് പരിമിതമായ അറിവുകൾ ഉള്ളപ്പോൾ, നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് വ്യക്തിപരമായിട്ട് തൊടാനോ പിടിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കുമ്പോൾ, മെറ്റീരിയലും സ്പേസിനും ടൈമിനും ഒന്നും വേണ്ടാത്തവനായ ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ആ ദൈവം ആരാണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി തരാതെ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ അറിയാൻ കഴിയും? ദൈവത്തെ ഒരു ഇലന്ത് വൃക്ഷത്തോടുകൂടെ ചിലരൊക്കെ ഉപമിച്ചിട്ടുണ്ട്. ദൈവം നേരിയൊരു പ്രകാശം എന്നൊക്കെ നമ്മുടെ ജനാബ് ശ്രീ MM അക്ബർ അദ്ദേഹത്തിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പണ്ട് ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം അങ്ങനെ ഇലന്ത് വെളിച്ചത്തിൽ വരുന്നവനോ ഒരു നേരിയ വെളിച്ചമോ ഒന്നുമല്ല. കാരണം വെളിച്ചം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ വരുന്ന ഈ പ്രകാശധാര, ഇതൊക്കെ നമ്മുടെ മാറ്ററുമായിട്ടും സ്പേസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിനൊക്കെ അതീതനായിട്ടുള്ളവനാണ് ദൈവം. അപ്പോൾ മതസങ്കല്പങ്ങളിലും മതഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥയിലല്ല വാസ്തവത്തിൽ സത്യദൈവം. അവൻ അതിനൊക്കെയും അതീതനായിട്ടുള്ളവനാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയണം. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവായ ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? എങ്ങനെ നമുക്ക് ഈ ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കും? ഈസ് ഈ ടാഞ്ചിബിൾ? അവന് നമുക്ക് തൊടാനായിട്ട് അമൂർത്തമാണോ അതോ മൂർത്തമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നമുക്കൊരു പ്രധാനപ്പെട്ട മറുപടി, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ്സ് റെവലേഷൻ, ദൈവത്തിൻ്റെ വെളിപ്പാട്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു വെളിപ്പാട്, ഒരു റെവലേഷൻ, ഒരു വെളിപ്പാട് നമുക്ക് തരാത്തിടത്തോളം കാലം ദൈവത്തെക്കുറിച്ച് ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ തന്നെക്കുറിച്ച് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞാൽ ഹീ ക്യാൻ റിവീൽ ഹിംസെൽഫ് ടു ഹിസ് ക്രിയേഷൻ. തൻ്റെ സൃഷ്ടികളിൽ തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആ സൃഷ്ടികളിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. തൻ്റെ സൃഷ്ടികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മം നടത്തിയതിലൂടെ ദൈവം ഒരു സൃഷ്ടികർത്താവാണ്, സൃഷ്ടികർമ്മം ചെയ്യാൻ കഴിവുള്ളവനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ നേച്ചർ അഥവാ പ്രകൃതം എന്ന് പറയുന്നത് അത് പ്രവൃത്തികളിലൂടെ കാണുവാൻ സാധ്യമല്ല. അവിടെ വ്യത്യാസം. മറ്റൊന്ന് ആക്റ്റാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ്. ഇവിടെ ഈ പ്രകൃതമെന്ന് പറയുന്നത്, നേച്ചർ എന്ന് പറയുന്നത്, അത് ദൈവത്തിൻ്റെ എസൻസുമായി സത്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു സ്പെഷ്യൽ റെവലേഷൻ, ഒരു പ്രത്യേകമായ വെളിപ്പാട് ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആത്മാവായ ദൈവം എങ്ങനെയാണ് തന്നെ വെളിപ്പെടുത്തി തരിക എന്നുള്ള ഒരു മറുചോദ്യം അവിടെ പ്രസക്തമാണ്. ആത്മാവായ ദൈവം ദൈവത്തിൻ്റെ നേച്ചർ ആത്മാവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആത്മാവായ ദൈവത്തിന് എങ്ങനെയാണ് മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തി തരുവാനായിട്ട് സാധിക്കുക? അപ്പോൾ അവിടെ ഒന്നാമതായിട്ട് നമ്മൾ ആ വെളിപ്പാടിൽ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ആളത്വം, ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം, അല്ലെങ്കിൽ പേഴ്സൺ ഗോഡ്,
വ്യക്തിപരമായിട്ടുള്ള ഒരു ദൈവം. ദൈവത്തിൻ്റെ ആളത്വം കൃത്യമായി മനസ്സിലാക്കി തരുവാനാണ് ദൈവം വെളിപ്പെടുത്തി തരണം എന്ന് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ ആളത്വത്തിലെ പ്രത്യേകതകൾ ദൈവം വെളിപ്പെടുത്തിയത് സൃഷ്ടികർമ്മത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം തനാക്കിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം അതിനകത്ത് 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നാം നമ്മുടെ ഛായയിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് ദൈവത്തോട് തന്നെ പറയുകയാണ്. ദൈവത്തിൽ അരുളി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടികളുടെ മണിമകുടമായിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്തയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അതിലൂടെ ഇടയാകുകയായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ ആ പ്രകൃതം, അത് ദൈവത്തിൻ്റെ ആളത്വവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആളത്വം ദൈവം വെളിപ്പെടുത്തുവാനായിട്ടാണ് മൃഗജാലങ്ങളെയൊക്കെ ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. സകല വൃക്ഷങ്ങളും ഉണ്ടാകട്ടെന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം അറബിയിലെ ഖുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്ന് പറഞ്ഞു. ഖുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക അല്ലെങ്കിൽ വായിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ പറയുക എന്താ പറഞ്ഞത്? ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. അപ്പം സകലത്തെയും ദൈവം തൻ്റെ വാക്കിനാൽ ഉണ്ടാക്കി. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മണിമകുടമായ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് അരുളി ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ സത്തയെയും ദൈവത്തിൻ്റെ ആളത്വത്തെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആ സൃഷ്ടിപ്പിലൂടെ സാധിച്ചു. അപ്പോൾ ആത്മാവായ ദൈവത്തിൽ ഏകത്വം നിലനിർത്തിക്കൊണ്ട് 3 ആളത്വങ്ങൾ അന്തർലീനമാണെന്ന് ഈ സൃഷ്ടിപ്പിലൂടെ വെളിപ്പെടുത്തുകയാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്വത്തിലുള്ള എല്ലാ മഹിമയും മനുഷ്യനിലേക്ക് ദൈവം പകർന്നു കൊടുത്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് തനാക്കിൽ തന്നെ സബൂർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ സബൂറിനകത്തെ 8-ാമത്തെ സബൂറിൽ വളരെ മനോഹരമായിട്ട് ഒരു വാക്യം ഇങ്ങനെയാണ്, ഒരു വാചകം ഇങ്ങനെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വചനം, ദൈവമേ, നീ മനുഷ്യരെ ഓർക്കുവാൻ അവനെന്ത്, മനുഷ്യപുത്രരെ ഗണ്യമാക്കുവാൻ തക്കവണ്ണം അവനെന്ത് മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ ആളത്വത്തെ വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്നും ആ ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും ആത്മാവായ ദൈവത്തിൽ സത്താപരമായ വ്യതിരക്തത ഉള്ളതുപോലെ തന്നെ മനുഷ്യനും ദൈവവും തമ്മിൽ ആ ദൈവത്തിൻ്റെ സത്താപരമായ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിവുള്ളവരാണ് എന്നും ദൈവം അതിലൂടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ആത്മാവാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആത്മാവായ ദൈവത്തിൽ നിന്ന് സത്താപരമായ ഒരു വ്യതിരക്തത, അതൊരു ഡിസ്റ്റിങ്ക്യൂഷൻ ഉള്ള ഒരാത്മാവ്, ഒരു ജഡാവതാരം അനിവാര്യമായി കണ്ടു. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്നാണ്. അപ്പോൾ ആ സ്വരൂപവും സാദൃശ്യവും നമ്മൾ കാണുന്ന മനുഷ്യൻ്റെ ആകാരവും ഇതൊക്കെ ദൈവത്തിനുണ്ടായിരുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് മനുഷ്യൻ്റെ ചിന്തയിൽ കൊടുത്ത ജ്ഞാനം, ഹൃദയത്തിലെ വിശുദ്ധി, പ്രവൃത്തിയിലെ നീതി, അതാണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വരൂപവും സാദൃശ്യവും മനുഷ്യനിലേക്ക് പകർന്നത് ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം സ്ഥാപിക്കാനാണ്. അപ്പോൾ ആത്മാവായ ദൈവത്തോട് എങ്ങനെയാണ് മെറ്റീരിയൽ ആയിട്ടുള്ള മനുഷ്യന് ആ ബന്ധം സ്ഥാപിക്കാൻ കഴിയുക?